ഓർക്കിഡ് കൃഷിയിൽ നേട്ടം കൈവരിച്ച് വീട്ടമ്മ. കരുനാഗപ്പള്ളി തൊടിയൂർ സ്വദേശിനി വിജയകലയാണ് വ്യത്യസ്ത ഇനം ഓർക്കിഡുകളിലൂടെ ജീവിതമാർഗം കണ്ടെത്തുന്നത്. ഓൺലൈനായും ഓഫ്ലൈനായും ഓർക്കിഡുകൾ വിറ്റഴിക്കുന്നു. ഇതോടൊപ്പം 1 ഏക്കറിൽ ജൈവ കൃഷിയുമുണ്ട്. ഓർക്കിഡ് കൃഷിയിൽ നേട്ടം കൈവരിച്ച് മുന്നേറുകയാണ് കരുനാഗപ്പള്ളി തൊടിയൂർ ശിവഗംഗയിൽ വിജയകല. സ്വകാര്യ സ്ഥാപനത്തിലെ ജോലിക്കിടയിലും ഓർക്കിഡ് കൃഷിയിലും അതിനൊപ്പം പച്ചക്കറി കൃഷിയിലും ഇവർ വിജയം നേടി. ആദ്യം പച്ചക്കറി കൃഷി എന്ന ആശയത്തിലേക്കാണ് എത്തിയതെങ്കിലും അതിനൊപ്പം എങ്ങനെ ഓർക്കിഡ് കൂടി ചേർത്ത് കൊണ്ടുപോകാം എന്ന ചിന്തയാണ് ഓർക്കിഡ് കൃഷിയിലേക്ക് വിജയകലയെ നയിച്ചത്. അപ്പം ഓർക്കിഡിനോടൊപ്പം തന്നെ ഞാൻ എൻ്റെ ഏറ്റവും മെയിൻ വരുമാനമായിരുന്നു ഹോയ എന്ന് പറയുന്ന ചെടി. അപ്പം ആ ഹോയയ്ക്ക് നല്ല ഡിമാൻഡുള്ള ചെടിയായിരുന്നു. അങ്ങനെ ഒരുപാട് ടൈപ്പ് ഹോയകൾ ഞാനിവിടെ വാങ്ങിച്ച് വളർത്താൻ തുടങ്ങി. അപ്പോൾ ഹോയയും നല്ല രീതിയിൽ ഇങ്ങനെ പൊക്കോണ്ടിരുന്നു. അപ്പോൾ പിന്നെ താമര ഉണ്ടായിരുന്നു. ഇതിനോടൊപ്പം തന്നെ നമുക്ക് അപ്പുറത്ത് കുറച്ച് സ്ഥലത്ത് നമ്മൾ പാട്ടത്തിനെടുത്ത സ്ഥലത്ത് 1 ഏക്കർ സ്ഥലത്ത് നമുക്ക് പച്ചക്കറി ജൈവ പച്ചക്കറി കൃഷി ഉണ്ടായിരുന്നു. അങ്ങനെ ആ കൃഷിയും വലിയ കുഴപ്പമില്ല, എല്ലാം കൂടി ഇങ്ങനെ സംയോജിപ്പിച്ചാണ് പൊക്കോണ്ടിരുന്നത്. ചെറിയ തോതിൽ ഓർക്കിഡ് കൃഷി ആരംഭിച്ചു. ഇതിന്റെ വിജയത്തിനായി സോഷ്യൽ മീഡിയയെ ഉപയോഗിക്കുകയും ചെയ്തു. ഫെലനോപ്സ്, ടെൻഡ്രോബിയ, മെക്കാറ, ആരാന്ത്ര, ഓൻസീഡിയം, കാർലിയ, വാൻഡ എന്നിങ്ങനെ വ്യത്യസ്തങ്ങളായ ഓർക്കിഡ് കൃഷികൾ ഇന്ന് വിജയകലയുടെ തോട്ടത്തിലുണ്ട്. ഫെലനോസിസ്, വാൻഡ തുടങ്ങിയവയ്ക്കാണ് കൂടുതൽ ആവശ്യക്കാരുള്ളതെന്ന് വിജയകല പറയുന്നു. ഓൺലൈനായും ഓഫ്ലൈനായും ഇന്ന് ഓർക്കിഡ് മാർക്കറ്റ് ചെയ്യുകയാണ് വിജയകല. ഇതിലൂടെ മികച്ച വരുമാനവും നേടുന്നു. ഒപ്പം തന്റെ ജീവിതത്തെ കരുപ്പിടിപ്പിക്കുകയും ചെയ്യുന്നു. ആദ്യം ഇടനിലക്കാർ വഴിയാണ് കച്ചവടം നടത്തിയതെങ്കിലും പിന്നീട് സ്വന്തമായി തന്നെ ഇവയെല്ലാം ചെയ്തു. അതോടെ വിപണിയിൽ പുതിയ വിജയ സാധ്യതയും വിജയകല കണ്ടെത്തി. ആദ്യമൊക്കെ നമ്മുടെ സാധനങ്ങൾ വിറ്റുകൊണ്ടിരുന്നത് ഇടനിലക്കാർ മുഖേനയായിരുന്നു. അപ്പം എനിക്ക് പാക്ക് ചെയ്ത് അയക്കാൻ പറ്റാത്തതുകൊണ്ട് ഇത് ഇടനിലക്കാർ മുഖേനയാണ് നമ്മുടെ ഈ ഓർക്കിഡുകളെല്ലാം നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ നമ്മൾ പേജ് തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ സ്വന്തമായിട്ട് തന്നെ പാക്ക് ചെയ്ത് അയക്കാൻ തുടങ്ങി. ഇപ്പം 2-3 മാസം കൊണ്ട് നമുക്ക് 2-3 സ്റ്റാഫും ഒക്കെ ഉണ്ട്. അപ്പോൾ അവർ നമ്മുടെ ഈ ഓൺലൈൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും പിന്നെ ഇവിടെ സെയിലിന് വേണ്ടി നിൽക്കുന്നതാണ്. കാരണം എനിക്ക് ജോലിക്ക് പോകേണ്ടത് കൊണ്ട് തന്നെ അപ്പം എല്ലാം കൂടെ നോക്കി നടത്താൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവർ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുകയും ഞാൻ ജോലിക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോഴും വിദേശത്തായിരുന്ന ഭർത്താവ് അനിൽ നാട്ടിലെത്തി ഇപ്പോൾ വിജയകലയെ സഹായിക്കുകയാണ്. 10-15 വർഷം സൗദിയിലൊക്കെ ജോലി ചെയ്തിട്ട് വന്ന് പരാജയപ്പെട്ട കൂടെ വന്ന് നിൽക്കുന്ന സമയത്താണ് ഈ ഒരു സംരംഭം ഇവിടെ തുടങ്ങുന്നത്. വൈഫിൻ്റെ കൂടെ ഞാനിവിടെ ചേർന്ന് സഹായിയായിട്ട് നിന്ന് ഇത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കുടുംബത്തിന് ധൈര്യസമേതം മുന്നോട്ട് പോകാനുള്ള പിന്തുണ ഓർക്കിഡ് കൃഷിയിൽ നിന്ന് ലഭിക്കുന്നുണ്ടെന്ന് ഇവർ പറയുന്നു. എല്ലാ വീട്ടമ്മമാർക്കും ജോലിക്ക് പുറമെ ചെറിയ സമയം ഇത്തരത്തിൽ പ്രവർത്തനങ്ങൾ നടത്തിയാൽ മികച്ച വരുമാനം നേടാൻ കഴിയും എന്നതിൻ്റെ ഉദാഹരണം കൂടിയായി ഓർക്കിഡ് കൃഷിയെ വിജയകല ചൂണ്ടിക്കാട്ടുന്നു. വീട്ടമ്മമാർക്ക് തരാനുള്ള എൻ്റെ ഒരു ഉപദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജോലിയോടൊപ്പം തന്നെ അല്ലെങ്കിൽ ജോലി ഇല്ലാത്തവർക്കായാലും ഒരു സംരംഭം തുടങ്ങുക എന്നുള്ളത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഫീൽഡ് തന്നെ അല്ല, ചെടികളത് മാത്രമല്ല, ഏതൊരു രീതിയിലായാലും നമുക്ക് ചെറുതായിട്ടൊരു സംരംഭം തുടങ്ങി നമ്മൾ തന്നെ നമ്മളെ പ്രൊമോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു വരുമാന മാർഗമായിരിക്കും. അപ്പോൾ എൻ്റെ കാര്യം തന്നെ ഇപ്പം നിങ്ങൾക്ക് വീട്ടമ്മമാർക്ക് ഇപ്പം ഈ ഇതേപോലുള്ള ഓർക്കിഡ് സംരംഭങ്ങൾ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു വരുമാന മാർഗമായിരിക്കും. കൃഷിഭവന്റെയും പഞ്ചായത്തിന്റെയും സഹകരണവും ഇവരുടെ ഓർക്കിഡ് കൃഷിക്കുണ്ട്. ഇതേ സമയം തന്നെ ജൈവ പച്ചക്കറി കൃഷിയിലും വലിയ നേട്ടമാണ് വിജയകല നേടുന്നത്. 1 ഏക്കർ സ്ഥലത്ത് ഇവർ ജൈവ പച്ചക്കറിയും കൃഷി ചെയ്യുന്നു. പച്ചക്കറിയിലും പൂക്കളിലും തന്റെ ജീവിത വിജയം കണ്ടെത്തുകയാണ് ഈ വീട്ടമ്മ. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.